സുറബീസ് ഡെയിലി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ തോട്ടത്തിലേക്ക് കളയാൻ വേണ്ടി പോയപ്പോഴാട്ടോ തോട്ടത്തിൽ 5-6 കാല് കൂണ് നിൽക്കുന്ന കണ്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പം ചിങ്ങമാസം ലാസ്റ്റൊക്കെയാണ് സാധാരണയായിട്ട് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്, അല്ലെങ്കിൽ കന്നിമാസം ഫസ്റ്റൊക്കെയാണ് കിട്ടാറുള്ളത്. ഇപ്പോൾ നമുക്കിതാ ചിങ്ങമാസം ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആകെ 5-6 കാല് കൂണുള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അപ്പം നമുക്ക് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പം ഞാനിത് പറിച്ചെടുക്കാൻ പോവാണേ. ഇതേ നോക്കിയാൽ ഇതിൻ്റെ കാല് കണ്ടില്ലേ, നന്നായിട്ട് താഴേക്ക് നീളം വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് കൂണിന് ഇത്രയും നീളത്തിലുള്ള തണ്ട് ഞാൻ കാണലില്ല. ഇതിൻ്റെ കാൽഭാഗം വലുപ്പത്തിലൊക്കെ കാല് കാണാറുണ്ടായിരുന്നു, പക്ഷേ ഇത് നന്നായിട്ട് നീളം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ 1 മീറ്ററോളം നീളത്തിലുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഇത്രയും നീളത്തിലുള്ള കാണുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ മറ്റതും കൂടി ഒന്ന് പറിച്ചെടുത്ത് നോക്കാം. ഇങ്ങനെ ഇതാ ഞാൻ മറ്റേതും പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ കാല് നീളമുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇതേ ഇതിൻ്റെ തണ്ടും നന്നായിട്ട് നീളത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഉണ്ട്, ഇതിനുണ്ട്. അപ്പോൾ ഇതാ രണ്ട് കൂണും നന്നായിട്ട് നീളമുള്ള കൂണാണ്. മറ്റേതൊക്കെ 2 ചെറിയ മൊട്ടുകളാണ്. ഇത് അത്യാവശ്യം ഇച്ചിരി വലിയ മൊട്ടാണ്, എന്നാലും അതിൻ്റെ തണ്ടിന് നല്ല നീളത്തിൽ പോയിട്ടുണ്ട്. രണ്ടും 1 മീറ്ററോളം നീളത്തിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നീളത്തിലുള്ള കൂണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ചെറിയ മൊട്ടാണെങ്കിലും ഇതിനും അതുപോലെ തന്നെ നന്നായിട്ട് നീളത്തിൽ തണ്ട് വളർന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ 4 കൂണിനും തണ്ടിന് നല്ല നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതാന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് നല്ല തണ്ടിന് നല്ല വണ്ണമുണ്ട്. ഇതും നല്ല വിടർന്ന് നിന്നിട്ടുണ്ട്, നല്ല വിരിഞ്ഞ കൂണാണ്. പക്ഷേ ഇതിന് രണ്ടിനും തണ്ടിന് നീളം കുറവാണ് കേട്ടോ. അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട്, പക്ഷേ നീളം കുറവാണ്. എനിക്ക് തോന്നുന്നത് നന്നായിട്ട് മഴ പെയ്ത സമയമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ കിട്ടിയത്. അല്ലെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ നമുക്കിത് പൊട്ടിയിട്ടേ കിട്ടുള്ളൂ കേട്ടോ. പകുതി പൊട്ടി ഭൂമീൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കൂണൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലെ ചെളിയും മണ്ണൊക്കെ കളഞ്ഞ് ഇതിൻ്റെ തണ്ടിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ചെളിയൊക്കെ. അതൊക്കെ ഞാൻ നന്നായിട്ട് വരച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല വൃത്തിയില്ല കാണാൻ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അതിന് മുന്നേ ഇതിൻ്റെ മുകൾ വശത്തൊക്കെ ചെറിയൊരു പാട പോലെ ഉണ്ടാവുകയെ തണ്ടിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വരണ്ടി കളയണം കേട്ടോ. ചെറുതായിട്ടൊന്ന് നൈസ് തൊലിയ ഉണ്ടാവുക. ഈ കണ്ടിലേക്ക് കാപ്പി കളർ നിറത്തിലുള്ള അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കണം ചെറുതായിട്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം, 1/2 മണിക്കൂർ നേരം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെക്കണേ. അപ്പോൾ ഇതാ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ നേരം മഞ്ഞൾപ്പൊടിയിൽ കിടക്കട്ടെ. ഇതിൽ ചെറിയ പുഴുക്കളോ നമ്മൾ കാണാത്ത സൈസ് എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നത്. അത് നല്ലതാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി, ഒരു 4-5 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും അതും ചെറുതാക്കി ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. അതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കൊരു 3 സവാള, ഞാനൊരു മീഡിയം സൈസ് സവാളയായിട്ട് എടുത്തിട്ടുള്ളത്, 3 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. നമ്മൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ.
ഈ ഉള്ളിയും തക്കാളിയും വേവാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ലേശം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഈ തക്കാളി ഉള്ളിലേക്കൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ഉള്ളിയും മസാലയും കൂടി ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. മസാലയൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കുറച്ച് മാറ്റി വെക്കണം. നമുക്ക് ലാസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയിൽ കൂടെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഞാൻ ആദ്യം പച്ചമുളകും വെളുത്തുള്ളിയും മാത്രം ചേർത്തുകൊണ്ട് ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചേർക്കാമെന്ന് ഓർത്തിട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മസാല ആയതിന് ശേഷം നമ്മുടെ കൂണും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയും കൂണും കൂടെ നന്നായിട്ട് വഴറ്റി വേവുന്നത് വരെ ഇളക്കി എടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണേ. വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവാതെ കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. എൻ്റെ അടുത്ത് നിന്ന് ഇതിൻ്റെ കൂണിടുന്ന വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് ഡിലേറ്റ് ആയി പോയതാണ്. പിന്നെ കൂണിട്ടതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പം നമുക്ക് നല്ല രീതിക്കുള്ള കൂൺ ഫ്രൈ റെഡിയായി കിട്ടുമേ. അപ്പോൾ വെന്തിറക്കിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.